നമസ്കാരം. ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട വാർത്തകൾ എപ്പോഴും അറിയാനും കേൾക്കാനും ആൾക്കാർ കൂടുതലാണ്. അതിനൊരു പ്രധാന കാരണം ഇന്ത്യയുടെ സമ്പദ് വിദേശത്തേക്ക് ഒഴുകാൻ പ്രധാന കാരണമായ ക്രൂഡ് ഓയിൽ തന്നെയാണ്. എന്നാൽ ഓരോ ദിവസവും പല രാജ്യങ്ങളും ക്രൂഡ് ഓയിൽ വിപണിയിൽ സസൂക്ഷ്മം കരുക്കൾ നീക്കുന്നത് നമ്മൾ വാർത്തകളിലൂടെ അറിയുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 2024 റഷ്യയിൽ നിന്ന് വരുന്ന ക്രൂഡ് ഓയിലിന്റെ അളവിൽ വലിയ കുറവ് വന്നിരിക്കുകയാണ്. ഒന്നാം സ്ഥാനം നിലനിർത്തുന്നുണ്ടെങ്കിലും റഷ്യൻ ക്രൂഡ് ഇന്ത്യയിൽ വിപണിയിൽ കുറയുകയാണ്. റഷ്യൻ കമ്പനികൾ ആഭ്യന്തരമായി എണ്ണ വാങ്ങി സൂക്ഷിക്കുന്നത് ഉൾപ്പെടെയാണ് കാരണങ്ങൾ. എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ കുറയുമ്പോൾ നേട്ടം കൊയ്യുന്നത് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളാണ്. സൗദി അറേബ്യ ആയിരുന്നു ഒരു കാലത്ത് ക്രൂഡ് ഓയിലിന് വേണ്ടി ഇന്ത്യ ആശ്രയിച്ചിരുന്ന പ്രധാന രാജ്യം. പിന്നീട് ഇറാഖിൽ നിന്നുള്ള എണ്ണ എത്താൻ തുടങ്ങി. സൗദിയെ പിന്നിലാക്കിയായിരുന്നു ഇറാഖിന്റെ കുതിപ്പ്. ഇതിനിടെയാണ് റഷ്യ വന്നതും പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളെയും പിന്നിലാക്കിയത്. എന്നാൽ ഭാരത് പെട്രോളിയം കമ്പനി അടുത്തിടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ വീണ്ടും കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് കുറഞ്ഞ സാഹചര്യത്തിലാണിത്. ഭാരത് പെട്രോളിയം മേധാവി വെസ്ത രാമകൃഷ്ണ ഗുപ്ത പറയുന്നുണ്ട്. ദീർഘകാല കരാറിന് പകരം പ്രതിമാസ വാങ്ങലിനാണ് ഇന്ത്യൻ പൊതുമേഖലാ കമ്പനികൾ പ്രധാനമായും റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത്. എന്നാൽ അടുത്ത മാസത്തേക്ക് 1 കോടി ബാരൽ എണ്ണയുടെ കുറവ് നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പഴയ വിപണിയിൽ ഇന്ത്യ വീണ്ടും എത്തിയത്. റഷ്യയിൽ നിന്ന് വരുന്ന ക്രൂഡിന് പ്രതിമാസം 3 കാർഗോ വരെ കുറവുണ്ടായേക്കാം. ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഒമാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വരെ വാങ്ങുന്നുണ്ടെന്നും ഗുപ്ത പറഞ്ഞു. ജിസിയിൽ നിന്ന് സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങളെയാണ് ക്രൂഡ് ഓയിലിന് വേണ്ടി ഇന്ത്യ കൂടുതൽ ആശ്രയിക്കുന്നത്. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഒമാൻ വരെ ഇന്ത്യൻ കമ്പനികൾ എത്തുന്നു. 2025 റഷ്യൻ ക്രൂഡ് എത്തുന്നതിന് കൂടുതൽ വെല്ലുവിളി നേരിട്ടേക്കാം. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെയും പശ്ചിമേഷ്യയുടെയും എണ്ണയാകും ആശ്രയിക്കുക. വിലക്കുറവ് ഏതാണോ അതാകും വാങ്ങുക എന്ന് ഗുപ്ത വിശദീകരിച്ചു. ഒപെക്കിലെ ധാരണ പ്രകാരം ഉൽപാദനം കുറച്ചതും ആഭ്യന്തര കമ്പനികൾ കൂടുതൽ സംഭരിക്കുന്നതുമാണ് റഷ്യൻ എണ്ണയുടെ വരവ് കുറയാൻ കാരണം. റഷ്യ റിലയൻസുമായി 10 വർഷത്തേക്കുള്ള കരാർ ഒപ്പുവെച്ചതും പൊതുമേഖലാ കമ്പനികളിലേക്കുള്ള റഷ്യൻ എണ്ണയുടെ വരവ് കുറച്ചു. എവിടെ നിന്ന് കുറഞ്ഞ വിലയിൽ കിട്ടുന്നോ അവിടെ പോയി വാങ്ങുക എന്നതാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ അടുത്ത കാലത്തായി സ്വീകരിക്കുന്ന രീതി. അർജന്റീനയിൽ നിന്ന് വരെ അടുത്തിടെ എണ്ണ വാങ്ങിയത് ഈ നയം അടിസ്ഥാനമാക്കിയാണ്. അടുത്ത സാമ്പത്തിക വർഷം ഖത്തറിൽ നിന്ന് ഓരോ ദിവസവും 10,000 ബാരൽ എണ്ണ വാങ്ങാനും BPCLന് പദ്ധതിയുണ്ട്. മൊസാംബിക്, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണവരവും പ്രതീക്ഷിക്കുന്നു. ഗയാന, നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാനും ആലോചിക്കുന്നുണ്ട്. ഇന്ത്യൻ കമ്പനികൾ ഒരു മേഖലയെ മാത്രം ആശ്രയിക്കില്ലെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.